കോട്ടുവള്ളി ഗ്രാമപഞ്ചായത്തിലെ LDF ഭരണ നേതൃത്വത്തിനെതിരെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ധർണയുടെ ഉദ്ഘാടനം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് നിർവഹിച്ചു. കോട്ടുവള്ളി ഗ്രാമപഞ്ചായത്തിലെ LDF ഭരണ നേതൃത്വത്തിന്റെ ഭരണപരാജയത്തിനും വികസന മുരടിപ്പിനുമെതിരെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു. ഒരു തരത്തിലും ആളുകൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം മറുഭാഗത്ത് ഉയർത്തുമ്പോൾ സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കാതെ പഞ്ചായത്തുകളിൽ നിന്ന് നിരാശരായി പോകുന്ന പാവപ്പെട്ടവരെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സർക്കാരിന്റെ പദ്ധതി വിഹിതം 40-50% വെട്ടിച്ചുരുക്കുന്നത്. ഈ 3 കോടി രൂപയിലധികം സർക്കാരിന്റെ പ്ലാൻ ഫണ്ട് നഷ്ടപ്പെടുത്തിയത് പഞ്ചായത്തിന്റെ പിടിപ്പുകേടല്ലേ? എന്തുകൊണ്ടാണ് ഈ പഞ്ചായത്ത് ജനങ്ങൾക്ക് ഉപയോഗപ്രദമാകേണ്ട പദ്ധതികൾക്ക് നൽകേണ്ട ഈ പണം ഉപയോഗപ്പെടുത്താതിരുന്നത്? മണ്ഡലം പ്രസിഡന്റ് VH ജമാലിന്റെ അധ്യക്ഷതയിൽ 2023-24 സാമ്പത്തിക വർഷത്തിൽ വിവിധ പ്രവൃത്തികൾക്ക് സർക്കാർ അനുവദിച്ച 3 കോടിയോളം രൂപ നഷ്ടപ്പെടുത്തിയെന്നും കോട്ടുവള്ളി പഞ്ചായത്തിലെ LDF നേതൃത്വം നൽകുന്ന ഭരണസമിതി രാജിവയ്ക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. DCC ജനറൽ സെക്രട്ടറി KA അഗസ്റ്റിൻ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് MS റജി, ജില്ലാ പഞ്ചായത്ത് അംഗം ഷാരോൺ പനക്കൽ, ഡെന്നി തോമസ്, PC സാബു, NE സോമസുന്ദരൻ, ദേവസിക്കുട്ടി പനക്കൽ, ജോൺസൺ പുളിക്കൽ, വർഗീസ് തൈപ്പറമ്പിൽ, ഷാജു മാളോത്ത്, പ്രതാപൻ, KR വിനോദ്, AO ആൻഡപ്പൻ, ബിജു പുതുശ്ശേരി, വനജ അശോകൻ, ഷൈനി പൗലോസ്, ബിന്ദു ജോർജ്, ഷീജ ബാബു, പ്രശീല ബെന്നി, MD വേണു, ശശി പാലുപ്പാടൻ, വിശ്വാസ് തത്തപ്പിള്ളി, ഗോപാലകൃഷ്ണൻ, ജിയോ വർഗീസ്, അജ്മൽ ഖാൻ, കണ്ണൻ നെല്ലിപ്പള്ളി, ജിബു കാരിക്കശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. ഈ പഞ്ചായത്തിന്റെ പദ്ധതികളോട് ബന്ധപ്പെട്ട് കഴിഞ്ഞ 23-ൽ നടപ്പാക്കേണ്ട പദ്ധതികളെ 3.5 കോടി രൂപയാണ് ഈ പഞ്ചായത്ത് നഷ്ടപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ ആ പഞ്ചായത്ത് നഷ്ടപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റിൽ നിന്ന് ഈ വർഷം കിട്ടുന്ന മെയിൻ്റനൻസ് ഗ്രാന്റ് കിട്ടാത്തൊരവസ്ഥയാണ് നമുക്കുള്ളത്. ഈ 3.5 കോടി രൂപ നഷ്ടം വരാൻ കാരണം ഈ പഞ്ചായത്തിന്റെ ഭരണസമിതി ഭരണ നേതൃത്വമാണ്. പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരൊന്നും യാതൊരുവിധ ഇടപെടലും ഇല്ലാതെ തോന്നിയ പോലെ നിൽക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ഞങ്ങളെല്ലാം പ്രതിഷേധങ്ങളെല്ലാം പഞ്ചായത്ത് കമ്മിറ്റി പറഞ്ഞു പോകും, പക്ഷേ ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, പറവൂർ. കളങ്കമില്ലാത്ത സൗഹൃദം പോലെ കലർപ്പില്ലാത്ത വിശ്വാസം. കല്ലൻസ് ജ്വല്ലറി.